മലയാളിയെങ്കിലും തമിഴകത്തെ യുവനടന്മാരിൽ ശ്രദ്ധേയനാണ് ആര്യ. ആര്യയുടെ മൂന്നാമത്തെ മലയാള ചിത്രമാണ് ദി ഗ്രേറ്റ് ഫാദർ. ചിത്രത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് ആര്യ നമുക്കൊപ്പം ചേരുന്നു. ഹായ് ആര്യ. ഹായ്. എങ്ങനെ പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങൾ? ഇറ്റ്സ് ഗുഡ്. ഇവിടെ ഇപ്പം ദി ഗ്രേറ്റ് ഫാദർ നന്നായി പോകുന്നുണ്ട്. വെരി ഹാപ്പി ആസ് എ പ്രൊഡ്യൂസർ, ആസ് എൻ ആക്ടർ, വെരി ഹാപ്പി. പോലീസ് ഓഫീസറുടെ വേഷം പ്രത്യേകിച്ച് ഈ സിനിമയിൽ റെലവൻ്റ് ആയ ഒരു വിഷയമാണ് കുട്ടികൾക്ക് നേരെയുള്ള പീഡനം. സാമൂഹ്യമായി പ്രാധാന്യമുള്ളൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ സന്തോഷം തോന്നിയിരുന്നു? ഇല്ല, വ്യത്യാസമൊന്നുമില്ല. ഇറ്റ്സ് എ നൈസ് ക്യാരക്ടർ. ഒരു ക്യാരക്ടർ ഡ്രിവൻ സ്ക്രിപ്റ്റാണ് ഇത്. സോ ഒരു ഇപ്പോൾ ആൻഡ്രൂ സീപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ ചെയ്താൽ നന്നായിരിക്കുന്ന ഡയറക്ടറെ ഫീൽ ചെയ്തത്, ഡയറക്ടർ ആൻഡ് ദ പ്രൊഡ്യൂസർ ഷാജി. സോ ഐ തോട്ട് ഐ വിൽ ഗിവ് ഇറ്റ് എ ട്രൈ. മമ്മൂക്ക എന്ന് പറയുന്ന നടൻ ഫുൾ സപ്പോർട്ട് തരുന്ന ആൾ തന്നെയാണോ, അതോ നമ്മളിങ്ങനെ കുറച്ച് ജാടയൊക്കെ ഇട്ടിരിക്കുന്ന ആളാണോ? മമ്മൂക്ക ഈസ് പ്രൊഫഷണൽ, ഈസ് എ ലെജൻഡ്, and working with him is a treat altogether, and I learned a lot from him, in fact. So we shared his experience, his shooting, his entire film experience, everything. So അത് ഒരു 2 months മമ്മൂക്കൻ്റെ കൂടെ ഷൂട്ട് ചെയ്തത്, I think very happy. I learned a lot. ഇപ്പം മൂന്നാമത്തെ മലയാള ചിത്രമാണല്ലോ. തമിഴിലെ അഭിനയവും മലയാളത്തിലേക്ക് വരുമ്പോൾ മലയാളത്തിലെ അഭിനയം തമ്മിലുള്ള എന്താ അതിൻ്റെ ഒരു ചേഞ്ച് തോന്നുന്നു? നോ ചേഞ്ച്, ഇറ്റ്സ് എ സെയിം ഇമോഷൻ, ഓൺലി ലാംഗ്വേജ് മാത്രം ഒരു ചേഞ്ച്. സോ അതർവൈസ് ഇറ്റ്സ് തമിഴിൽ ഇമോഷൻസ് ഒക്കെ കുറച്ച് കൂടുതലല്ലേ, മലയാളത്തിലേക്ക് വരുമ്പോൾ അത്രത്തോളം പ്രകടമാണോ അത്? ഇല്ല, അങ്ങനെയല്ല. ഡിപ്പെൻഡ്സ് ഓൺ ദ സ്ക്രിപ്റ്റ്. സോ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡയറക്ടർ, ഡിപ്പെൻഡ്സ് ഓൺ ദ സ്ക്രിപ്റ്റ്, ബട്ട് ഓവറോൾ ഇറ്റ്സ് എ സെയിം തിങ്. കാസർഗോഡ് തൃക്കരിപ്പൂരുകാരൻ എങ്ങനെയാണ് തമിഴകത്തിൻ്റെ മകനായത്? തമിഴിൽ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ പഠിച്ച് വളർന്നതൊക്കെ ചെന്നൈയിലായിരുന്നു. സോ തമിഴ് ഫിലിംസ് ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ. സോ എനിക്ക് ഫസ്റ്റ് ഓഫർ കിട്ടിയത് തമിഴ് സിനിമയിലായിരുന്നു. അതിനുശേഷം മലയാളം സിനിമയിലേക്ക് എൻ്റർ ആയി. സംവിധായകൻ ജീവയാണല്ലോ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. എങ്ങനെയാണ് ജീവ ഈ നടനെ കണ്ടെത്തിയത്? ഡയറക്ടർ ജീവ ഉള്ളം കേൾക്കുന്ന എന്നൊരു പടത്തിലാണ് ഫസ്റ്റ് ഒരു ചാൻസ് കിട്ടിയത് അഭിനയിക്കാൻ വേണ്ടിയിട്ട്. സോ ആ പടം ഒരു 3 years ആയി റിലീസാവാൻ വേണ്ടി. ബട്ട് മീൻവൈൽ ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് അതർ ഫിലിംസ്. അരവിന്ദ് മറിയാമ്മൽ എന്ന് പറയുന്ന ഒരു പടത്തിൽ ഫസ്റ്റ് ലോഞ്ചായി, പിന്നെ ഉള്ളം കേൾക്കുന്ന പടം റിലീസായി. ദെൻ വൺ ഫിലിം ആഫ്റ്റർ ദാറ്റ്. 29 തമിഴ് ചിത്രങ്ങളിൽ അഭിനയിച്ചു കഴിഞ്ഞു. എങ്ങനെയായിരുന്നു തമിഴ് സിനിമകളുടെ എക്സ്പീരിയൻസ്? തമിഴ് ലാസ്റ്റ് 10 years തമിഴ് പടങ്ങൾ ചെയ്യുന്നതാണ്. സോ ഇറ്റ്സ് നൈസ്. 2005 സ്റ്റാർട്ട് ചെയ്തു. 2005. സോ ഓൾമോസ്റ്റ് 11 years now. സോ ഇറ്റ്സ് റിയലി നൈസ് ടു ബി എ പാർട്ട് ഓഫ് തമിഴ് ഫിലിം ഇൻഡസ്ട്രി. സോ ഇറ്റ്സ് റിയലി ഗുഡ്. തമിഴ് സിനിമയിൽ ഏറ്റവും അടുപ്പം പുലർത്തുന്നത് ആരൊക്കെയായിരുന്നു? എല്ലാവരും ഇപ്പോൾ ഒരു ഫ്രണ്ട്സ് ആയിട്ട്, നോ ഈഗോസ്, ഓൾ വെരി ഗുഡ് ഫ്രണ്ട്സ് ബിറ്റ്വീൻ അസ്. സോ കുറേ മൾട്ടി സ്റ്റാർ ഫിലിംസ് ചെയ്യുന്നതാണ്. സോ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാവരും there's no much ego between the actors there. Everybody, Vishal, Jeeva, Srikanth, Vikrant, Vishnu, all എല്ലാവരും ഒന്നായി we all hang out together. മലയാളത്തിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ, പൃഥ്വിരാജുമായിട്ട് നല്ല അടുപ്പമാണല്ലോ. ആ അടുപ്പം എങ്ങനെയാണ് തുടങ്ങിയത്? പൃഥ്വിരാജ് എനിക്ക് പരിചയം വെച്ചാൽ ഉറുമി എന്ന് പറയുന്ന പടത്തിൽ ഫസ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ ഫ്രണ്ട്സ് ആയതാണ്. പിന്നെ ഡബിൾ ബാരൽ. സോ വി സ്റ്റാർട്ടഡ് ആ ഫ്രണ്ട്ഷിപ്പ് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ ഓഗസ്റ്റ് സിനിമയിലെ വൺ ഓഫ് ദ ഡയറക്ടർ ഓൺ ഓഗസ്റ്റ് സിനിമ. സോ ദാറ്റ്സ് ഓപ്പർച്യൂണിറ്റി ഗിവൻ ടു മീ ബൈ പൃഥ്വി ആൻഡ് ഷാജി. സോ ഇറ്റ്സ് നൈസ്, വെരി ഹെൽത്തി. ഈസ് എ വെരി പ്രൊഫഷണൽ പേഴ്സൺ ആൻഡ് very confident and highly deserving actor. So it's good. മറ്റാരൊക്കെയായിട്ടാണ് മലയാള സിനിമയിൽ അടുപ്പമുള്ളത്? സോ മലയാളത്തിൽ എനിക്ക് പിന്നെ ജയറാം സർ, ദെൻ നിവിൻ പോളി, മമ്മൂട്ടി സർ, മോഹൻലാൽ സർ. സോ ഓൾ ആർ ഗുഡ് ഫ്രണ്ട്സ് ഇൻ മലയാളം. ജംഷാദ് എന്നാണല്ലോ ശരിക്കും പേര്. എങ്ങനെയാണ് ജംഷാദ് ആര്യയായി മാറുന്നത്? ജംഷാദ് എന്ന പേര് വന്ന് ആര്യെന്ന് സ്ക്രീൻ നെയിം വെച്ചത് ജീവ സാർ ഉള്ളം കേൾക്കുന്ന പടത്തിൽ. അതിന് ശേഷം പിന്നെ ആര്യയായി മാറി. എനിക്ക് തോന്നുന്നു ബ്രദറിൻ്റെ പേരും മാറ്റിയതല്ലേ? ബ്രദറിൻ്റെ പേര് സത്യാണ് സിനിമയിലത്, സ്ക്രീൻ നെയിം. ബാക്കി ഈ കുടുംബ പശ്ചാത്തലം എങ്ങനെയാ? ബാക്കി ആരെങ്കിലും സിനിമയായിട്ട് ബന്ധമുള്ളവർ? ഇല്ല, സിനിമയായിട്ട് എനിക്ക് നോ ഫിലിം ബാക്ക്ഗ്രൗണ്ട്. ഐ ആം ദ ഫസ്റ്റ് പേഴ്സൺ ഇൻ മൈ ഫാമിലി. സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്.
ഈ കാസർഗോഡ് നിന്ന് പഠനത്തിനായിട്ട് മാത്രം സെറ്റിൽ ചെയ്ത് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താണോ അതോ കുടുംബം സെറ്റിൽ ചെയ്താണോ അവിടെ? For the studies, my family also is there. Family, father's business, so like that. ഇവിടെ ജനിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവിടെ ബന്ധം? റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട് ഇവിടെ? Relatives ഒക്കെ ഉണ്ട്. മലയാള സിനിമയെ പൊതുവെ എങ്ങനെയാണ് കാണുന്നത്? Malayalam cinema, I think it's really good. All the kind of scripts that's come in Malayalam right now is fantastic. Everybody looks up to Malayalam films from all the industries. So Malayalam is beautiful. മലയാളത്തിലേക്കുള്ള കടന്നുവരവ് എങ്ങനെയായിരുന്നു? ഉറുമിയിലേക്ക് എങ്ങനെയാണ് ക്ഷണം കിട്ടിയത്? ഉറുമി ഓഫർ വന്നിട്ട് സന്തോഷ് സാറിനെ എനിക്കറിയായിരുന്നു. സോ ത്രൂ ഹിം ഹി ആസ്ക് മീ ടു ഡു ദിസ് ക്യാരക്ടർ. ഉറുമിയിലുള്ള ചെറിയ ക്യാരക്ടർ ചെയ്യാൻ പറഞ്ഞു. സോ ഐ ഡിഡ് ഇറ്റ് ഫോർ ഹിം. ഉറുമിയിലെ വേഷം അന്നത്തെ അഭിനയമൊക്കെ എങ്ങനെയായിരുന്നു? പൃഥ്വിരാജുമായിട്ടുള്ള എക്സ്പീരിയൻസ്? ഇറ്റ്സ് വെരി ഐ ഹാവ് പൃഥ്വിരാജ് ഐ തിങ്ക് ഓൺലി വൺ ഡേ മാത്രം ഷൂട്ടിംഗ് ഉണ്ടായിട്ടുള്ളൂ. ബട്ട് ഐ റിയലി ലൈക്ക് ഷോട്ട്സ് കുറവായിരുന്നു. സോ but he was there for the shooting. It was nice and Santosh sir is really fast and he's a great technician. I really enjoyed shooting. അതിനുശേഷം പിന്നെ ഡബിൾ ബാരലിലേക്കുള്ള ക്ഷണം എങ്ങനെയാണ് വന്നത്? I think it's a double barrel again. Shaji and the director Lijo and Prithvi. So everybody wanted me to do that character. ഇത് മൂന്നാമത്തെ മലയാള ചിത്രമാണല്ലോ. ആദ്യ ചിത്രമായ ഉറുമിയിൽ അഭിനയിക്കുമ്പോഴും അതുപോലെ പിന്നീട് വന്ന ഡബിൾ ബാരലിലും ഏറ്റവും ഒടുവിൽ ദി ഗ്രേറ്റ് ഫാദറിലും ആ ക്യാരക്ടേഴ്സ് തമ്മിലൊരു വ്യത്യാസം എന്താണ്? അഭിനയിച്ചപ്പോൾ ഉള്ളൊരു ഇത് തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് ഫീൽ ചെയ്തത്? ചാലഞ്ച് ദ ഗ്രേറ്റ് ഫാദറിലെ ക്യാരക്ടർ കുറച്ചുകൂടി ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടർ ആയിരുന്നു. സോ ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ് ഫോർ മീ ടു വിത്ത് മമ്മൂക്ക ഫുൾ ലെങ്ത് ക്യാരക്ടർ ഇസ് വെരി ഗുഡ്. ആരെങ്കിലും സ്റ്റൈലിഷായ ഒരാളാണല്ലോ, അപ്പോൾ പോലീസ് ഓഫീസറുടെ വേഷം ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടായോ? ഒരു കോൺഫ്ലിക്റ്റ് വന്നോ രണ്ടുപേരും തമ്മിൽ? ഇല്ല, ഒരു സ്റ്റൈലിഷ് ആയ ഒരു പോലീസ് ഓഫീസറാണല്ലോ ഗ്രേറ്റ് ഫാദറിൽ. സോ ഇറ്റ് വാസ് നോട്ട് എ പ്രോബ്ലം. അത് പ്രശ്നം വന്നില്ല. ബാക്കി ആ സിനിമയുടെ ഒരു മുഴുവൻ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആ സിനിമയിൽ അഭിനയിക്കാൻ വന്നത് മുതൽ മറ്റേ എന്തെങ്കിലും ഒരു മലയാളം ആയതുകൊണ്ട് ബുദ്ധിമുട്ട് തോന്നിയോ തമിഴിനെ അപേക്ഷിച്ച്? ഇല്ല, മലയാളം ഇസ് വാട്ട് ഐ സ്പീക്ക് അറ്റ് ഹോം. വീട്ടിൽ മലയാളം സംസാരിക്കരുത്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു ഡയലോഗ്സ് എവറിത്തിങ് ഇറ്റ് വാസ് സ്ലൈറ്റ്ലി ഓക്കെ. ബട്ട് സം ഐ മാനേജ്ഡ്. ആര്യ ഡബ് ചെയ്യാറുണ്ടോ സ്വന്തം ചിത്രങ്ങൾക്ക്? ഈ ഗ്രേറ്റ് ഫാദറിലെ സ്വന്തം ശബ്ദമാണോ ഉപയോഗിച്ചിരിക്കുന്നത്? ഡബിങ് ഇപ്പോൾ ഡബിൾ ബാരൽ പടത്തിൽ ഞാനാണ് ഡബ് ചെയ്തത്. ബട്ട് ദിസ് ഐ ഡി നോട്ട് ഹാവ് ടൈം. കുറച്ചുകൂടി ടൈം എടുത്ത് കറക്റ്റായി ചെയ്യണമായിരുന്നു. ബട്ട് ഐ ഡി നോട്ട് ഹാവ് ടൈം. 2005 അഭിനയിച്ചു തുടങ്ങിയതാണ്. സിനിമകൾ ഓരോന്നും കടന്നു വരുമ്പോൾ ആര്യ എന്ന് പറയുന്ന നടൻ മോൾഡ് ചെയ്യപ്പെട്ടാണോ വരുന്നത്? അത് ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്താറുണ്ടോ? It's a film by film. Every film you keep growing. So you have to take one film by one. So last 10 years it's been a journey, good one. I learned a lot. അപ്പോൾ ഈ ചിത്രത്തിലേക്കുള്ള ഓഫർ എങ്ങനെയാണ് വരുന്നത്? ഗ്രേറ്റ് ഫാദറിലേക്ക് എങ്ങനെ ക്ഷണം വരുന്നത്? The Great Father, the director and the producer Shaji Nadeshan. So അവർ തന്ന ഒരു ക്യാരക്ടറാണ്. എത്ര ദിവസം ഉണ്ടായിരുന്നു ഷൂട്ടിംഗ്? ഷൂട്ടിംഗ് around 40 to 45 days. ഗ്രേറ്റ് ഫാദർ എൻ്റെ ക്യാരക്ടർ. അതിനകത്ത് എന്തെങ്കിലും ഈ അഭിനയത്തിൽ എന്താ പ്രത്യേകതയായിട്ട് തോന്നിയത് മറ്റ് വേഷങ്ങളെ അപേക്ഷിച്ച്? പോലീസ് വേഷം നേരത്തെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, പോലീസ് വേഷം നോക്കുമ്പോൾ തമിഴിൽ ഒരേ ഒരു പടം മാത്രം ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു സെക്കൻഡ് കോപ്പ് ക്യാരക്ടർ. സോ ഇറ്റ് വാസ് നൈസ്. ആരെങ്കിലും ഒബ്സർവ് ചെയ്തിട്ടൊക്കെയാണോ? ഇല്ല, ഡോണ്ട് ഹാവ് ടു ഡു സോ മച്ച് ബിക്കോസ് ഇറ്റ്സ് എ നോർമൽ കോപ്പ് ഓൺലി. സോ ഇറ്റ് വാസ് നൈസ്, ഈസി ടു ഡു. ആര്യ മോഡലിംഗ് ചെയ്തിട്ടുണ്ടല്ലോ, അതെങ്ങനെയാണ് ആ പ്രൊഫഷനെ കാണുന്നത്? സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ ഒരു പാർട്ട് ടൈം ജോബായിട്ട് ചെയ്തതാണ് മോഡലിംഗ്. ആര്യക്ക് എന്തൊക്കെയാണ് സിനിമ കൂടാതെയുള്ള ഹോബീസ് എന്തൊക്കെയാണ്? ജസ്റ്റ് ഫിറ്റ്നസ്, സൈക്ലിംഗ്, റണ്ണിങ്, സ്വിമ്മിങ്, അങ്ങനെ ഫിറ്റ്നസ് റിലേറ്റഡ് ഹോബീസ്. ഈ സിനിമയിൽ അഭിനയിക്കുന്നതിനുള്ള ഒരു ഹോംവർക്ക് ഒക്കെ എങ്ങനെ? നോ ഹോംവർക്ക് കുറവാണ്. ബട്ട് യു ഹാവ് ടു പ്രിപ്പയർ സം ഫിലിംസ് ലൈക്ക് കടമ്പൻ ആൻഡ് ഓൾ. യു വിൽ ഹാവ് ടു പ്രിപ്പയർ യുവർ ബോഡി, മസ്കുലാരിറ്റി, എന്താ പടത്തിന് എന്താ ഫിസിക്കലായിട്ട് നമുക്ക് എന്ത് ട്രെയിൻ ചെയ്യണം. ചില പടങ്ങളിൽ വിൽ ഹാവ് ടു ട്രെയിൻ ഫോർ എ ഫൈറ്റ് ഓർ സ്പെഷ്യൽ ടാലൻറ്റ് ദാറ്റ് യു വിൽ ഹാവ് ടു ലേൺ. സോ യു വിൽ ഹാവ് ടു ഡു ദാറ്റ്. എങ്ങനെയാണ് സിനിമ ചൂസ് ചെയ്യുന്നത്? സ്ക്രിപ്റ്റൊക്കെ വായിച്ച് കേട്ടിട്ട് തന്നെയാണോ? Yeah, you have to read the script and listen to it. സംവിധായകരെ നോക്കിയാണ് എങ്ങനെ ഇതിന്റെ? So all it's a combination of everything: director, script, the producer, the team. It's a teamwork, so you have to be careful. വീട്ടിൽ ഒരു സിനിമയൊക്കെ ഇങ്ങനെ കണ്ട് അഭിപ്രായം പറയാറുണ്ടോ? ഇങ്ങനെ ഗുണദോഷിക്കാറുണ്ടോ? ഇന്നത് മാറ്റണം, അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടോ?
No critic. They just enjoy the film. ഒരു സൗമ്യനായിട്ടാണല്ലോ സംസാരിക്കുന്നത്. ജീവിതത്തിൽ ഇങ്ങനെ തന്നെയാണ്, ക്യാരക്ടർ ഇങ്ങനെ തന്നെയാണ്. ദി ഗ്രേറ്റ് ഫാദർ നല്ല വിജയമാകട്ടെ എന്നും കൂടുതൽ മലയാള ചിത്രങ്ങൾ ആര്യയെ തേടി എത്തട്ടെ എന്നും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you so much.